നമസ്കാരം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ വിപുലമായ സമുദ്രം ഉണ്ടായിരുന്നതായി ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ്. ചൈനയുടെ റോവറായ ഷൗരാഗാണ് ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ സമുദ്രമുണ്ടായിരുന്നുവെന്നാണ് റോവറിന്റെ കണ്ടെത്തൽ. സയന്റിഫിക് റിപ്പോർട്ട്സ് എന്ന ജേർണലിലാണ് കണ്ടെത്തലുകൾ പങ്കുവച്ചിരിക്കുന്നത്. ചൊവ്വയുടെ ആദ്യകാല ചരിത്രത്തിൽ ചുരുങ്ങിയ കാലത്തേക്ക് നിലനിന്നിരുന്ന കടലിന്റെ അവശിഷ്ടമായ തെക്കൻ ഉട്ടോപ്യ മേഖലയിലെ തീരപ്രദേശമാണ് റോവർ കണ്ടെത്തിയത്. വർഷങ്ങളോളം ചൊവ്വ ഗ്രഹം സമുദ്രങ്ങളാൽ മുങ്ങിക്കിടക്കുകയായിരുന്നുവെന്നാണ് ഗവേഷകരുടെ വിശ്വാസം. ഈ വിശ്വാസം സത്യമാണെന്ന് വ്യക്തമാക്കുന്ന സൂചന കൂടിയാണ് ഇത്. ചൊവ്വയുടെ ഉത്തരധ്രുവ തടത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ചൈന വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഷൗരോങ്. 2021 മെയ്യിലായിരുന്നു ഈ ഉപഗ്രഹം ചൈന വിക്ഷേപിച്ചത്. ഈ മേഖലയിൽ ഹൈഡ്രേറ്റഡ് സിലിക്കയുടെ അംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടം സമുദ്രമായിരുന്നുവെന്നതിന്റെ സൂചനകൾ നൽകുന്നത്. അതേസമയം ഇതിനു മുൻപ് എവറസ്റ്റിനേക്കാൾ വലിയ പർവ്വതം ഗവേഷകർ ചൊവ്വയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ചൊവ്വയിലെ താർസിസ് എന്ന ഘടനയിലാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ആസ്ക്രീസ് മോൺസ്, പവോനീസ് മോൺസ്, ആർസിയ മോൺസ് എന്നീ വമ്പൻ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നിടമാണ് ഇത്. 9.22 കിലോമീറ്റർ ആണ് ഈ പർവ്വതത്തിന്റെ ഉയരം. എവറസ്റ്റിന്റെ ഉയരം 8.849 കിലോമീറ്റർ ആണ്. 450 കിലോമീറ്റർ വീതിയുള്ളതാണ് ഈ അഗ്നിപർവ്വതം. സജീവ അഗ്നിപർവ്വതമാണിതെന്ന് ഗവേഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ 2035 ചൊവ്വയിൽ മനുഷ്യരെ എത്തിക്കാൻ നാസ ലക്ഷ്യമിട്ടിരുന്നു. ചൊവ്വയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും ജീവന്റെ സാധ്യതകൾ തേടാനുമായിരുന്നു ഈ ദൗത്യം. 402 മില്യൺ കിലോമീറ്റർ ദൂരം പിന്നിട്ട് 6 മുതൽ 7 മാസം വരെ യാത്ര ചെയ്താവും ചൊവ്വയിൽ എത്തുക എന്ന വാർത്തയൊക്കെ ഇതിനു മുൻപ് പുറത്തു വന്നതാണ്. അതേസമയം സമുദ്രങ്ങൾ രൂപപ്പെടാൻ തക്ക അളവിൽ ഭൂഗർഭജലം ചൊവ്വയിലുണ്ടെന്നും പഠനവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നാസയ്ക്ക് വേണ്ടി കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷക സംഘമാണ് ഈ പഠനം നടത്തിയിരുന്നത്. നാസയുടെ തന്നെ മാസ് ഇൻസൈറ്റ് ലാൻഡറുടെ കണ്ടെത്തലുകൾ വിശകലനം ചെയ്തായിരുന്നു പുതിയ കണ്ടെത്തൽ. ഭൂമിക്ക് പുറത്ത് ജീവന്റെ തുടപ്പ് തേടിയുള്ള അന്വേഷണത്തിലും കോളനികൾ ഉണ്ടാക്കുന്നതിലുള്ള ശ്രമങ്ങൾക്കും ഈ കണ്ടെത്തൽ ഊർജം പകരും. ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് 11.5 മുതൽ 20 കിലോമീറ്റർ വരെ താഴെയാണ് ജലത്തിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് നിഗമനം. ആഴത്തിലുള്ള ജലസാന്നിധ്യം നേരിട്ട് വിശകലനം ചെയ്യുന്നത് അസാധ്യമാണെന്നും ഗവേഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.